നമസ്കാരം, എല്ലാവർക്കും റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണനയിലെടുക്കുക. 2 തമിഴ് ചിത്രങ്ങൾ പ്രതീക്ഷയോടുകൂടി അതിൻ്റെ ട്രെയിലർ കണ്ട സിനിമയ്ക്ക് പോയി ഇന്ന് 2 സിനിമകൾ കണ്ടിട്ടാണ് ഈ റിവ്യൂ ചെയ്തത്. 2 സിനിമകളുടെ ഒറ്റ വീഡിയോയ്ക്കകത്ത് തന്നെ വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് 2 എണ്ണത്തിൻ്റെ റിവ്യൂ, എൻ്റെ രീതിയിലുള്ള റിവ്യൂ ആണ്. നിങ്ങൾ സിനിമകൾ കണ്ടിട്ട് കൃത്യമായിട്ടും നിരീക്ഷിക്കുക, വീക്ഷിക്കുക. അന്നേരം ഇന്ന് കണ്ട ആദ്യത്തെ സിനിമ ഡ്യൂഡാണ്. കീർത്തീശ്വരൻ രചനയും സംവിധാനം ചെയ്ത സിനിമ. പ്രദീപ് രംഗനാഥൻ, ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 2 സിനിമകളും, ഒന്ന് ലവ് ടുഡേയും ഡ്രാഗണും. എനിക്ക് ഇദ്ദേഹത്തിന് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇദ്ദേഹത്തിനെ കാണുമ്പോഴും ഒരു ധനുഷും വിജയുടെ എല്ലാം, ധനുഷിൻ്റെ ഒരു രൂപവും വിജയുടെ സ്റ്റൈലും ഇതെല്ലാം അവിടെ ചേരുന്ന ഒരാളെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ആ ഒരു അൾട്ടിമേറ്റ് നല്ല ഞാൻ പറഞ്ഞത്, എവിടെയൊക്കെയോ ആ ഒരു നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കും പണ്ടത്തെ ധനുഷിൻ്റെ ഇത്. ഇപ്പോഴത്തെ ധനുഷിൻ്റെയൊക്കെ ആയപ്പോൾ ഒരു കോലമൊക്കെ രൂപമൊക്കെ സാദൃശ്യം വിജയുടെ പല മാനേഴ്സുമൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് ലവ് ടുഡേ കുഴപ്പമില്ലെന്ന് തോന്നി. എനിക്ക് ഡ്രാഗൺ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഈ 2 സിനിമകളും 100 കോടി ക്ലബിലൊക്കെ കയറിയാണ്. അന്നേരം നല്ല അത്യാവശ്യം ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് പ്രദീപ് രംഗനാഥൻ. പിന്നെ എന്നെ ഈ സിനിമ കാണാൻ പ്രേരിപ്പിച്ചത് നമ്മുടെ മലയാളത്തിലെ പ്രിയ നായിക മമിത ബൈജു. പ്രേമലുവിലൊക്കെ അങ്ങ് ഹിറ്റ് അടിച്ച് പിന്നെ പോയതിനു തമിഴിലെ നല്ല ലെങ്തി ഉള്ളൊരു ക്യാരക്ടർ ചെയ്ത് റിലീസാകുന്ന പടം ഈ പടമാണ് ഡ്യൂഡ. എനിക്ക് ഈ സിനിമ തോന്നിയത് ഒരു പക്ക തമിഴ് മസാല എന്ന് പറയുന്നത് വലിയ സംഭവങ്ങളൊന്നുമില്ല. ശരത് കുമാറൊക്കെ ഇതിനകത്ത് നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന അപ്പുറത്തേക്ക് അത്യാവശ്യം ഈ പ്രദീപ് രംഗനാഥൻ്റെ ലവ് ടുഡേയും നമ്മുടെ ഈ പടവും ഡ്രാഗണോടൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന, പ്രത്യേകിച്ച് അഭിനയ ശൈലിയിലൊന്നും ഒരു വ്യത്യാസവും ഇല്ലാത്ത വളരെ കോമൺ ആയിട്ടുള്ള രീതികളിൽ കണ്ടുകൊണ്ടിരിക്കാം. വലിയ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ അസാധാരണ പടം, ഗംഭീര പടം. ഡ്രാഗണൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ ഒരു ഫീല് കിട്ടുന്നുണ്ട് പല രീതിയിലും. അതിൻ്റെ റൊമാൻസ് ആയാലും ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. മമിത ബൈജു ഡീസൻ്റ് ആയിട്ട് ചെയ്തു, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും ഇല്ല. അന്നേരം ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമ വലിയ കുഴപ്പമില്ലാതെ കണ്ടുകൊണ്ടിരിക്കാവുന്ന സിനിമയെന്നല്ലാതെ അതിഗംഭീര സിനിമയെന്നൊന്നും പറയാൻ നമുക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു സീൻ പോലും ആ സിനിമയ്ക്കകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. കുഴപ്പമില്ല. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാവുന്ന ചില സിനിമകളുണ്ടല്ലോ, നമ്മളിങ്ങനെ കുഴപ്പമില്ല കണ്ടുകൊണ്ടിരിക്കുക, വലിയ നമ്മൾ തിയേറ്ററിൽ ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ആ രീതിയിലൊരു സിനിമയാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി തോന്നിയത് ഡ്യൂഡ്. പ്രദീപ് രംഗനാഥനും മമിത മോശമെന്നല്ല പറഞ്ഞെങ്കിൽ അത് ഗംഭീരമൊന്നും ആക്കിയിട്ടില്ല. സംവിധാനം ഒന്നും വലിയ സംഭവങ്ങളായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാൽ ഒരു ജസ്റ്റ് ആവറേജ് ഫിലിം എന്നുള്ള രീതിയിൽ തോന്നിയുള്ളൂ. രണ്ടാമത്തെ സിനിമ കണ്ടത്, ആദ്യം കണ്ടത് ഡ്യൂഡ് കണ്ട് നമ്മൾ നിരാശയാണ് തോന്നിയത്. രണ്ടാമത് കണ്ടത് ബൈസണാണ്. ബൈസൺ നമ്മളെ കാണാൻ പ്രേരിപ്പിച്ചതിൻ്റെ സംവിധാനം തന്നെയാണ് മാരി സെൽവരാജ്. ഗംഭീര സംവിധാനമാണ്. ഈ സംവിധാനത്തിൻ്റെ മുൻ ചിത്രങ്ങളൊക്കെ നല്ല ചിത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ തമിഴിലെ കുറച്ച് രാഷ്ട്രീയവും ഒക്കെ കലർത്തിയിട്ടുള്ളതാണ്. ആക്ഷൻ സീക്വൻസുകളൊക്കെ ചേർത്താണ് പുള്ളിയുടെ സിനിമകൾ പലതും വന്നിരിക്കുന്നത്. അന്നേരം ഈ ബൈസൺ കാണുമ്പോൾ വിക്രമിൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ മഹാനുമൊക്കെ വിക്രവും ഇവർ 2 പേരോട് അഭിനയിച്ച മഹാനൊക്കെ അടിപൊളിയായിരുന്നു. ആദിത്യവർമ്മ അങ്ങനത്തെ പറഞ്ഞ ക്യാരക്ടറൊക്കെ ചെയ്തേക്കുന്ന മറ്റേ അർജുൻ റെഡ്ഡിയുടെ റീമേക്ക് ചെയ്ത പടമൊക്കെ ചെയ്തേക്കുന്നത് ഇപ്പം നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. വലിയ മോശമില്ലാതെ ചെയ്യുന്നൊരു ആക്ടറാണ്. എന്തായാലും വിക്രമിൻ്റെ മോനാണ്. വിക്രം അത്യാവശ്യം നല്ല കാലിബറുള്ള നടനാണ്. അച്ഛൻ കാലിബർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മോൻ കാലിബർ ഉണ്ടെന്ന്, പക്ഷേ മഹാനത്തൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ധ്രുവ്. ഈ പടം എനിക്ക് കാണാൻ ആ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് രാഷ്ട്രീയ പശ്ചാത്തലത്തിലൊക്കെ പോകുന്നുണ്ട്. ചിലർക്കൊക്കെ ഇത് കാണുമ്പോൾ തന്നെ ഇച്ചിരി സ്ലോ ആയിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്തൊരു കഥ പറയുന്ന രീതി ആ ഒരു പാറ്റേണാണ്. ഇത് പോകുന്നത് തന്നെ. പിന്നെ ഈ പറഞ്ഞ പോലെ ലാലും, നമ്മുടെ തമിഴിലെ ലാലും, നായികമാരായിട്ടുള്ള അനുപമ പരമേശ്വരൻ, ഇവരൊക്കെ കുറച്ച് പേരെല്ലാം നമ്മുടെ മലയാളത്തിൽ നിന്ന് കുറച്ച് താരങ്ങളും ഉണ്ട്. ഇതിനകത്ത് മെയിൻ കാര്യം എന്ന് പറയുന്നത് കബഡിയാണ്. നമ്മൾ തമിഴ് സിനിമകളിൽ ഇങ്ങനെയുള്ള സിനിമകൾ നമ്മൾ കാണുന്നിടത്ത് ഏതെങ്കിലും ഒരു സ്പോർട്സുമായിട്ട് ചേർന്ന് കഥ പറയുന്ന രീതി, അവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലം പറയുന്ന രീതി. പക്ഷേ നമുക്കൊരു സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ വരുമ്പോഴത്തേന് ഈ സിനിമ കുറച്ചുകൂടെ കബഡിയുടെ പശ്ചാത്തലം കുറച്ചുകൂടെ അങ്ങ് മുറുകുന്നതായിട്ട് ഫീൽ ചെയ്യും. ക്ലൈമാക്സ് ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. ഡ്യൂഡ് കാണുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ പറഞ്ഞിരുന്നത്. അന്നേരം ചുരുക്കം പറഞ്ഞാൽ ഈ സിനിമ നമുക്ക് 1 ടൈം വാച്ചബിൾ തന്നെയാണ്. ഒരു വട്ടം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാവുന്ന സിനിമയാണ്. പ്രത്യേകിച്ചും ധ്രുവ് അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മറ്റൊരു നടനാണ്, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതായിരിക്കും, ക്യാരക്ടർ റോൾ ചെയ്യുന്നതാണ് പശുപതി ചെയ്യുന്ന ക്യാരക്ടേഴ്സൊക്കെ സൂപ്പറാണ്. അടിപൊളിയായിട്ട് ചെയ്യും. പുള്ളിയുടെ ഏത് ക്യാരക്ടർ കൊടുത്താലും പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ക്യാരക്ടർ. അങ്ങനെ ലാലും ഒന്നും മോശമാക്കിയിട്ടില്ല. അന്നേരം
അത്യാവശ്യം വൺ ടൈം തിയേറ്റർ വാച്ച് ചെയ്യാൻ പറ്റുന്ന സിനിമ, മുഷിച്ച് ഒരിക്കലും ഉണ്ടാക്കാത്ത സിനിമ തന്നെയാണ്. ഹിറ്റാവോ സൂപ്പർ ഹിറ്റാവോ എന്നുള്ളത് അറിയത്തില്ല, എന്തായാലും വൺ ടൈം വാച്ച് നമുക്ക് കണ്ട് കൊള്ളാം ഇങ്ങനെ പറയുന്ന സിനിമയാണ് ബൈസൺ. എന്തായാലും ഈ രണ്ട് സിനിമകളും അതിഗംഭീരമല്ല, ഒക്കെ ആദ്യത്തത് ജസ്റ്റ് ആൻ ആവറേജ്, മറ്റേ ആവറേജിന് കുറച്ചുകൂടെ മുകളിൽ നിൽക്കും, എബോവ് ആവറേജ് നമുക്ക് പറയാനുമില്ല, ആ രീതിയിൽ കിട്ടണം. എന്തായാലും രണ്ട് സിനിമകളും ഓടട്ടെ. തമിഴ് ഇൻഡസ്ട്രി യഥാർത്ഥത്തിൽ ശരിക്കും ബുദ്ധിമുട്ട് കാണും നമ്മൾ ഈ ദീപാവലി ചിത്രങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. കാരണം മലയാളത്തിൽ എന്തും വേണ്ടി വ്യത്യസ്ത പ്രമേയങ്ങൾ, ഒരു സമയത്ത് വ്യത്യസ്ത പ്രമേയങ്ങൾ കൊണ്ട് തകർത്ത് വാരിക്കൊണ്ടിരുന്നതാണ് തമിഴ് സിനിമ. പുത്തൻ സിനിമകൾ വരുന്നു, പുത്തൻ സംവിധായകർ വരുന്നു, പുത്തൻ നടന്മാർ വരുന്നു, ഒരുപാട് സംഭവങ്ങൾ, പുതിയ ആശയങ്ങൾ വരുന്നു. ഇതൊക്കെ തമിഴ് സിനിമയിൽ ഇപ്പം കുറഞ്ഞു ഒരു ആശയ ദാരിദ്ര്യം വളരെ കൂടിയെന്ന് തോന്നുന്നു. ഇപ്പം മലയാള സിനിമയാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയുടെ തലതൊട്ടപ്പൻ. ഇപ്പം ഏത് രീതിയിലായാലും ഇപ്പോൾ ലോക പോലെ സിനിമ വരുമ്പം മോഹൻലാലിൻ്റെ തന്നെ തുടരുമുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും സ്റ്റാർ വാല്യൂം കണ്ടന്റ് കൊണ്ടും ഒക്കെ. എന്തായാലും സിനിമകൾ വിജയിക്കട്ടെ, നല്ല നല്ല സിനിമകൾ എപ്പോഴായാലും ഏത് ഭാഷയിലായിട്ടും വിജയിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇതിൽ നിങ്ങൾ ഈ രണ്ട് സിനിമകളും കാണാൻ പറ്റുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അഭിപ്രായങ്ങളൊക്കെ കേട്ടതിന് ശേഷം കണ്ടു നോക്കുക. പൈസ കളയാതിരിക്കുക. മോശം സിനിമയാണെങ്കിൽ OTT വരുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്തായാലും എൻ്റെ റിവ്യൂ ഇത്രയാണ്. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.